Hello everyone, welcome to this new session. അപ്പോൾ നമ്മുടെ ജിയോഗ്രഫിയുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ജിയോഗ്രഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് സാർ വന്നത്? വേറൊന്നും കൊണ്ടിടാം, കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു സാർ അന്ന് പോയി റിവിഷൻ കൊള്ളായിരുന്നു, അതുപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് റിവിഷൻ പോലെ പോയിട്ട് ഒന്നുകൂടെ ഒരു നല്ല MCQs കൊണ്ടുവന്നാൽ കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു തീരുമ്പോൾ ഇതിൻ്റെ അവസാനം ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അത് 1 മണിക്കൂർ നമുക്ക് ജിയോഗ്രഫി സെഷനാണ്. ഓക്കെ, കൃത്യം 1 മണിക്കൂറായിരിക്കും. ശരി, അപ്പോൾ ഞാൻ എൻ്റെ ടൈമറും കൂടി ഇട്ടേക്കാം, സമയം പോകുന്നത് എനിക്കറിയാം. അവർ. ഓക്കെ, ശരിടാ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങൾ ജിയോഗ്രഫിയിലെ മോസ്റ്റ് ഓഫ് എവറി ടോപ്പിക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ കവർ ചെയ്യാത്തത് ഡ്രൈ ടോപ്പിക്സ് ആയ നാഷണൽ പാർക്ക്, പിന്നെ നമ്മുടെ ഏതാ ട്രെയിൻ പ്ലാറ്റ്ഫോം അല്ല, നമ്മുടെ ഇതിൻ്റെ പേരെന്താ, സോണുകൾ, റെയിൽവേ സോണുകൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കവർ ചെയ്യാത്തത്. കാരണം അത് ഒരു വട്ടം ഒരു ഫിഗർ കാണിച്ചാൽ തന്നെ തലക്കയറുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ എക്സ്പ്ലനേഷൻ അധികം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പോകാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ പോവാം, കോഡായിട്ട് പോവാം. അല്ലാതെ വേറെ നമുക്കതിൽ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഏതിൽ എവിടെ വരുന്നത് മാത്രമേ ചോദിക്കത്തുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് റെക്കോർഡിംഗ് സെഷനാണ് ലാസ്റ്റ്. ഇത് ജിയോഗ്രഫിയിൽ ഇനി ഇല്ലാന്ന് മീൻസ് ഞാൻ ഇതിൻ്റെ അപ്പുറം ഒരു സാധനം കൊണ്ടുവരത്തില്ല എന്നല്ല ഉദ്ദേശം. മീൻസ് ഇതിൻ്റെ അപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് റെക്കോർഡിംഗ് പോകാൻ ഉദ്ദേശിച്ചത്, പക്ഷേ റെക്കോർഡിംഗ് പോകാൻ നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ട്രൈ ചെയ്തേടാ. മാക്സിമം ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ പറയാം. ശരി, നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇതാണ് നമ്പറിങ്. 1 2 3 4. ആരെ പറ്റിയാ? ഹിമാലയസിനെ പറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഹിമാലയാസ് ആർ ഫോൾഡ് മൗണ്ടൻസ് ഫോംഡ് ബൈ ദി കൊളിഷൻ ഓഫ് ഇന്ത്യൻ ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. ആണല്ലോ, ശരിയാണ്, ശരിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനം പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഇത് നമ്മുടെ ഭൂമിയായിരുന്നുവെങ്കിൽ ലാൻഡ് മാസും ഉണ്ട്, വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. ലാൻഡ് മാസ് 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു. ഏതൊക്കെയാണ്? ലൊറേഷ്യയും ഗോണ്ട്വാനയും. ഈ ഗോണ്ട്വാനയിലാണ് ആരുണ്ടായിരുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സബ് കോണ്ടിനെന്റ് ഉണ്ടായിരുന്നത്. ഇത് സ്പ്ലിറ്റായി പല പല കോണ്ടിനെന്റായി മാറിയതിനു ശേഷം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ് എന്ത് വന്നു, യുറേഷ്യൻ പ്ലേറ്റിന് വന്ന് കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് സീ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ടെത്തിയസ് സീ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൊളൈഡ് ചെയ്ത് എന്ത് ചെയ്തു, ഹിമാലയസ് ഫോം ആവുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഷോർട്ട് സമ്മറൈസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഹിമാലയസ് എന്ത് ചെയ്യുന്നത്? ആക്ട് ആസ് എ ക്ലൈമറ്റ് ബാരിയർ പ്രിവെന്റിങ് കോൾഡ് സ്നോ ഫ്രം സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന കോൾഡ് സ്നോയിനെ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ തണുപ്പുകൾ ഒരുപാട് തണുപ്പാകാത്തതും ചൂടുകൾ ഒരുപാട് ചൂടാകാത്തതിനുള്ള കാരണം. സോ എന്താ ശരിയാണ്, രണ്ടും എന്താ ശരിയാണ്. കാഞ്ചൻജംഗ ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് കാഞ്ചൻജംഗയാണോ? അതെ, ഇന്ത്യയിൽ ഹയസ്റ്റ് പീക്ക് കാഞ്ചൻജംഗയാണ്. എവിടെയാണ് കാഞ്ചൻജംഗ വരുന്നത്? കാഞ്ചൻജംഗ വരുന്നത് സിക്കിമിലാണ്. സിക്കിം. അപ്പം നിങ്ങൾ ചോദിക്കുക, സാർ K2 അല്ലേ ലാർജസ്റ്റ്? K2 ആക്ച്വലി ഇപ്പം K2 ഇപ്പം K2 എന്താ? ഇപ്പം K2 എവിടെ വരുന്നത്? നമ്മളെ ഏറ്റവും മണ്ടല്ലേ, ജമ്മു കാശ്മീർ ഭാഗത്തല്ലേ? അതിപ്പോൾ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ്, ഇന്ത്യയുടെ സ്റ്റേറ്റ് അല്ല. ഓക്കെ, സോ അങ്ങനെ വരുന്നത് കൊണ്ട് ആണ് ഓർഡർ. ഏറ്റവും ഹയസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മളെ ഹിമാലയാസ് തന്നെയാണ്. ഹിമാലയാസ് നേപ്പാൾ. സെക്കൻഡ് ഹയസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K2, ഏറ്റവും മേളിൽ കാണപ്പെടുന്ന ആൾ K2. തേർഡ് ഹയസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ. ഫുൾ എഴുതുന്നില്ല, കാഞ്ചൻ എന്ന് മാത്രം എഴുതും. കാഞ്ചൻജംഗ എവിടെ വരുന്നത്? സിക്കിമിൽ വരുന്നത്. സിക്കിമിലുള്ള 2 പാസുകളുടെ പേര് പറയാൻ പറ്റുന്നത് എന്തൊക്കെ പറയും? നാഥൂല പാസും ജലേപ്ല പാസും. നാഥൂല, ജലേപ്ല. മാക്സിമം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ട് ചെയ്യും. റെക്കോർഡിംഗ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്, ഞാനിത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇന്ത്യയുടെ ഹയസ്റ്റ് പീക്ക് ഏത് തന്നെയാണ്? കാഞ്ചൻജംഗ തന്നെയാണ്. കാരണം സിക്കിം ഇന്ത്യയുടെ ഭാഗം, ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. 3 ശരിയാണ്.
ഇനി എന്താ? ദി റേഞ്ച് എക്സ്റ്റെൻസ് അക്രോസ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ആണോ? പാകിസ്ഥാൻ വരെ ഹിമാലയസ് പോകുന്നുണ്ടോ? ഇല്ല, പാകിസ്ഥാൻ വരെ ഹിമാലയസ് പോകുന്നില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1, 2 ആൻഡ് 3 ഓൺലി. ആൻസർ ഓപ്ഷൻ എ. ലെറ്റ് മീ ക്രോസ് ചെക്ക്. ഒരു മിനിറ്റ് എടാ, ഇതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. വെയിറ്റ്, ലെറ്റ് മീ ചെക്ക് ദിസ്. ഒന്ന്, 2, 3, 4. എടാ ശരിയാണ് കേട്ടോ, ലാസ്റ്റ് ശരിയാണ്, സോറി, ലാസ്റ്റ് ശരിയാണ്. അപ്പോൾ ഇതൊരു പുതിയ പോയിന്റ് അല്ല, നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ എടുത്ത് പറയുന്നൊരു സാധനമാണ്. അതായത് ഹിമാലയസ് എത്ര പേരുമായിട്ട് ഷെയർ ആവുന്നുണ്ടെന്ന് ചോദിച്ചാൽ 5. ആരൊക്കെയാ? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന ആൻഡ് പാകിസ്ഥാൻ. നേപ്പാളാണ് മെജോറിറ്റി ഭാഗം വരുന്നത്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ആർ കറക്റ്റ് ആണ്. ഓൾ ആർ കറക്റ്റ്. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, കുഴപ്പമില്ല. ഓൾ ആർ കറക്റ്റ്. ഓൾ കറക്റ്റ്. ഓക്കെ അല്ലേ? ഫോൾഡ് മൗണ്ടൻസ് എന്താണെന്ന് അറിയാമല്ലോ. അതായത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൾഡുകളായി ഫോം ചെയ്യുന്ന മൗണ്ടൻസിനെയാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഹിമാലയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യങ് ഫോൾഡ് മൗണ്ടൻ ആണോ ഓൾഡ് ആണോ? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് യങ് ഫോൾഡ് മൗണ്ടൻ. എന്തുകൊണ്ടാണ് യങ് എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ ഹൈറ്റ് ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുവാണ്. ഓക്കെ, ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ആര് പറയും? ആരവല്ലി പറയും. ആരവല്ലി എവിടെ വരുന്നത്? ഏത് ഭാഗത്ത് വരുന്നത്? ഇന്ത്യ ഇതാണെങ്കിൽ ഇന്ത്യയിലെ രാജസ്ഥാനിൻ്റെ ഏറ്റവും അറ്റത്ത് ഭാഗത്താണ് ആരവല്ലി കിടക്കുന്നത്. അതെന്താ? യങ് അല്ല, ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ്. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ ഹൈറ്റ് കൂടുന്നില്ല. അതിൻ്റെ ഹൈറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്, കുറയാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട്. ഓക്കെ ആണോ? ശരി, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ട്രൈ ഈസി ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഈസ് ഏതാ? ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. റെക്കോർഡിംഗ് ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയം തരണ്ടേ? ആൻസർ എന്തൊരു? ലോങ്സ്റ്റ് റിവർ ഗംഗ. എത്ര? 25 കിലോമീറ്റർ. ഓക്കെ ആണോ? ഗംഗയുടെ ഒറിജിൻ നമുക്ക് അതിലോട്ട് വരാം. അതിനടുത്ത് PPT ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പറയാം. ഗംഗ, ബ്രഹ്മപുത്ര എവിടെ നിന്ന് പറയുന്നത്? ഇന്ത്യക്ക് പുറത്താണ് ഒറിജിൻ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ്. ഓക്കെ, ഇനി യമുന ആരുടെ ട്രിബ്യൂട്ടറിയാ? വൺ ഓഫ് ദി മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? യമുനോത്രി ഗ്ലേസിയർ. ലാസ്റ്റ് ഗോദാവരി ഏത് ഭാഗത്താ? താഴത്തെ ഭാഗത്ത്. നമ്മുടെ സദേൺ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും ഗോദാവരി, കൃഷ്ണ, കാവേരി ആണ് വരുന്നത്. ഇനി അവരുടെ ഫ്ലോ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന മാപ്പ് എനിക്ക് ഇതേ ഉള്ളൂ. എല്ലാം ഞാൻ ഇതിൽ ആദ്യം വരച്ചിട്ട് മാപ്പ് കാണിച്ചു തരാം. ഇത് ഗംഗ ഇങ്ങനെ പോകുന്നു. ബ്രഹ്മപുത്ര ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നു. സിന്ധു ഇതുവഴി ഇങ്ങനെ പോകുന്നു. ഗോദാവരി ഇങ്ങോട്ട് പോകുന്നു. കൃഷ്ണ, കാവേരി. എന്ത് ഫ്ലോയിങ്? എങ്ങോട്ടാ ഫ്ലോയിങ്? ഈസ്റ്റ് ഫ്ലോയിങ് ആണ് ഗോദാവരി, കൃഷ്ണ, കാവേരി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആരേത്? ഗംഗ എങ്ങോട്ടാ? ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. ബ്രഹ്മപുത്ര എങ്ങോട്ടാ? താഴോട്ട് വരുന്നത്. ഇങ്ങോട്ട് ആരാ പോകുന്നത്? ഈ വെസ്റ്റിലോട്ട് ആരാ പോകുന്നത്? സിന്ധു ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തന്നില്ല നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് അവരെങ്ങനെയാണ് പോകുന്നത് നോക്കാം. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, എനിക്ക് ക്ലിയർ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗംഗ. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് നേപ്പാളാണ്. ഞാൻ നേപ്പാൾ ജസ്റ്റ് ചുവപ്പിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം തെറ്റാതിരിക്കാൻ. ഇത് നേപ്പാളാണ്. ഇത് ഭൂട്ടാനാണ്. നേപ്പാൾ, ഭൂട്ടാൻ. ഓക്കെ, ഗംഗയുടെ ഒറിജിൻ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഗംഗോത്രി ഗ്ലേസിയർ ഉത്ഭവിക്കുന്നു. ഉത്തരാഖണ്ഡിൽ കൂടെ ഒഴുകി ഉത്തർപ്രദേശിൽ കയറി, ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിലോട്ട് കയറി, പിന്നെ വെസ്റ്റ് ബംഗാളിലോട്ടാണ് കയറി എങ്ങോട്ട് പോകുന്നത്? ഡിസ്ട്രിബ്യൂട്ടറി ഹൂഗ്ലിയായി എന്ത് ചെയ്യുന്നുണ്ട്?
ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കുവാണെങ്കിൽ യമുനയുടെ ഒറിജിൻ എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡ് തന്നെ. എവിടെ തന്നെ? യമുനോത്രി ഗ്ലേസിയറിൽ ഒഴുകി 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 എവിടെ നിന്ന് ചേരുന്നു? ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യുന്നു? വെച്ച് മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒഴുകി പോകുന്നു. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ആള് ബ്രഹ്മപുത്ര എടുക്കുവാണെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എവിടെയാ? ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്ത് എവിടെ? അത് നിങ്ങൾ പറയുക. ഇന്ത്യക്ക് പുറത്ത് എവിടെ? ഇന്ത്യക്ക് പുറത്ത് എവിടെയെന്ന് പറയുക. ശരി, ഇനി ഒരാൾ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്. എവിടെ ഒറിജിൻ? സിന്ധുവിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സിന്ധുവിന്റെ ഒറിജിൻ വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്താണ് സിന്ധുവിന്റെ ഒറിജിൻ വരുന്നത്. ഇങ്ങനെയാണ് സിന്ധു പോകുന്നത്. സിന്ധു ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി ആൾക്കാർ ആരൊക്കെയാ? ബാക്കി ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈറ്റിൽ വരയ്ക്കാം. ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടോ? പുറത്ത് നിൽക്കുന്നത്, പുറത്ത് നിന്ന് ഉത്ഭവിച്ചു വരുന്ന ആളാണ് സട്ലജ് എന്ന് പറയുന്നത്. സട്ലജ് ഇങ്ങനെ വന്നു കണക്റ്റായി. മാപ്പ് ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. മാപ്പ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ പറയുന്നത്, അല്ലാത്ത പക്ഷം സമയം എടുത്ത് പറയാം. പക്ഷെ മാപ്പ് ഉള്ളത് എനിക്ക് എളുപ്പത്തിൽ നോക്കി പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ചെനാബ്, രവി, ബിയാസ്, ഈ മൂന്ന് പേരുടെ ഉത്ഭവവും ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ്, ഹിമാചൽ പ്രദേശ് തന്നെയാണ്. അതാണ് കാണുന്നത്. ഏതാ? ചെനാബ്, രവി, പിന്നെ ബിയാസ്. ഇത് ബിയാസ് ആണ്. ഈ ഒരു സാധനം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. ബിയാസ്, ഇത് ബിയാസ് ആണ്. ഓക്കെ, പിന്നെ ജലം, വേരനാഗ് ഹിമാലി എന്നാണ് ജലത്തിന്റെ ഉത്ഭവം. എവിടെയാണ് വേരനാഗ് ഹിമാലി? ജമ്മു കാശ്മീരിലാണ്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ജലം ഒഴുകി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആരിൽ കണക്ട് ആവുന്നു? ആരിൽ കണക്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ആരോടെ എല്ലാവരും കണക്ട് ആവുന്നത്? സട്ലജിൻ്റെ കൂടെ കണക്ട് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സട്ലജിൻ്റെ കൂടെ മെയിൻലി എല്ലാവരും കണക്ട് ആവുന്നത്. അവസാനം ഇവിടെ കണക്ട് ആവുന്നതിന് മുന്നേ സട്ലജിൻ്റെ കൂടെ കണക്ട് ആവുന്നത്. ഇതാണ് ഏത്? നോർത്തിൽ കാണപ്പെടുന്നത്. നോർത്തിൽ കാണപ്പെടുന്ന ഇത്രയും മെയിൻ റിവേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? നമ്മൾ സദേൺ റിവേഴ്സിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് പെട്ടെന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ പറയാതെ തന്നെ പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് ഒരു സാധനം പറഞ്ഞിട്ടാൽ മതി. എന്തുകൊണ്ടാണ്? ജസ്റ്റ് മനസ്സിലുള്ള സാധനം ഇത്രയും ദിവസം ഇല്ലായിരുന്നു, പൊടിതട്ടി എടുത്ത് തലയ്ക്കകത്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ കൊണ്ടുവന്നത്. റിവിഷനാണ്. അപ്പോൾ എല്ലാം ഡെപ്തിൽ പോകാൻ പറ്റത്തില്ല. 30ഓളം ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. 30ഉം പോകണം എന്നെനിക്കൊരു ആ ഒരു ആഗ്രഹമുണ്ട്, 30ഓളം പോകണം. ഓക്കെ, നമുക്ക് നോക്കാം എത്ര പോകുന്നു. വിച്ച് പ്ലാറ്റു ഈസ് ബൗണ്ടഡ് ബൈ ദി നർമ്മദ റിവർ ഇൻ ദി നോർത്ത്? Which plateau is bounded by the Narmada river in the north? നർമ്മദ നോർത്തിലല്ലേടാ? നർമ്മദ നോർത്ത്. നർമ്മദ ആർക്കിടയിലൊക്കെ ഒഴുകുന്നത്? വിന്ധ്യ സത്പുരയ്ക്കിടയിലാണ് ഒഴുകുന്നത് അല്ലേ? അപ്പോൾ വിന്ധ്യ സത്പുരയുടെ ഇടയ്ക്ക് ഒഴുകുന്ന നർമ്മദ എന്ത് ചെയ്യുന്നു? ആരുമായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ഈ താഴോട്ടുള്ള ഭാഗം എന്താ? ഈ താഴോട്ടുള്ളൊരു ഭാഗം ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സാധനമല്ലേ? ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന എന്ത് സാധനമുള്ളൂ? നമുക്ക് ഡെക്കാൻ പ്ലാറ്റു ആണുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പ്ലാറ്റു ആണ് വരുന്നത്. ഓക്കെ, ഡെക്കാൻ പ്ലാറ്റു. ഓക്കെ, അപ്പോൾ തിരിച്ച് മാപ്പിലോട്ട് വരുവാണെങ്കിൽ നർമ്മദയുടെ ഉത്ഭവം അമർകണ്ടക് പ്ലാറ്റുവിലാണ്. അമർകണ്ടക്, സ്പെല്ലിംഗ് കുഴപ്പമില്ല. അമർകണ്ടക് പ്ലാറ്റുവിലാണ് ഇതിന്റെ ഉത്ഭവം വരുന്നത്. പിന്നെ ഗോദാവരി, കൃഷ്ണ, കാവേരി എവിടെന്നാ മെയിനായിട്ട് നമുക്ക് പറയാൻ ഒറ്റ ഇതിൽ വേണമെങ്കിൽ എനിക്ക് പറയാം. എവിടെന്നാ വരുന്നത്? എല്ലാവരും വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഓരോരോ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മൂന്ന് പേരും ഒറിജിനേറ്റ് ആവുന്നതെന്ന് എനിക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. പക്ഷേ പ്രിസൈസ് ആയിട്ട് ഒരു ഒറിജിൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയണം. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. വൺ വേർഡിൽ എന്ത് പ്രിസൈസ് ആയിട്ട് ലൊക്കേഷൻ ചോദിക്കും. ആ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ ഒറിജിൻ പറഞ്ഞേ? കൃഷ്ണയുടെ ഒറിജിൻ ഒന്ന് പറഞ്ഞേ. ഞാൻ തന്നെ പറയാം. കൃഷ്ണയുടെ ഒറിജിൻ ഒന്ന് പറഞ്ഞേ. റീകോൾ ചെയ്യാൻ പറ്റും നോക്കി. അതുപോലെ ഗോദാവരിയുടെ ഒറിജിൻ ഒന്ന് പറഞ്ഞേ.
ജസ്റ്റ് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. കൃഷ്ണയുടെയും ഗോദാവരിയുടെയും. ഗോദാവരിയുടെ ഉത്ഭവം, ഒറിജിൻ. GTX എന്ന് പറയുമ്പോൾ ത്രയംബകേശ്വർ. സ്പെല്ലിംഗ് തെറ്റും കുഴപ്പമില്ല, ത്രയം നോക്കി എഴുതാം. സ്പെല്ലിംഗ് എടുക്കട്ടെടാ. TRIMBAKESHWAR, ത്രിംബകേശ്വർ. ഗോദാവരിയുടെ ഒറിജിൻ ഇവിടെയാണ് വരുന്നത്, ഗോദാവരിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരാളും കൂടെ ഞാൻ ചോദിച്ചിരുന്നു, ആരാ? കൃഷ്ണയുടെ ഒറിജിൻ ചോദിച്ചായിരുന്നു. കൃഷ്ണയുടെ ഒറിജിൻ എന്താണെന്ന് ഓർമ്മ വന്നു ആർക്കെങ്കിലും? കൃഷ്ണയുടെ ഒറിജിൻ, കൃഷ്ണൻ മഹാനാണ്, മഹാബലേശ്വർ. മഹാബലേശ്വർ. ഓക്കെ, ഗോദാവരിയുടെ ഒറിജിൻ ത്രയംബകേശ്വർ. കൃഷ്ണയുടെ ഒറിജിൻ മഹാനാണ്, മഹാബലേശ്വർ. നർമ്മദയുടെ ഒറിജിൻ അമർകണ്ടക് പ്ലാറ്റ്യൂ. ഓക്കെ, ഒന്നും വേണ്ടടാ. ഓപ്ഷൻസ് ഒബ്വിയസ്ലി ഞാൻ ഇടാത്തത് തന്നെയാണെടാ, ടൈപ്പ് ചെയ്ത് മറന്നതല്ല, ഇടാത്തതാ. എത്ര സ്റ്റേറ്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്? എത്ര സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 8 സ്റ്റേറ്റാ. മാപ്പുണ്ടോ? ഞാൻ മറന്നുപോയി, മാപ്പില്ല. ഐ വിൽ ട്രൈ. മാപ്പില്ലാതെ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഓക്കെ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം. 1 2 3 4 5 6 7. 7ആണോ 8ആണോ? തിരിഞ്ഞോ? എനിക്ക് തെറ്റിപ്പോയോ? ക്രോസ് ചെക്ക്. ഞാൻ ആരെയും മിസ്സാക്കിയടാ? ത്രിപുര എഴുതിയില്ല. ത്രിപുരയാണ് ഞാൻ മിസ്സാക്കിയത്. 8 തന്നെയാണ് കറക്റ്റാ. ത്രിപുര. 8 പേര് കൂടാൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ്. ആരൊക്കെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം ആൻഡ് ത്രിപുര. 8 പേര് കൂടെ. 4 4 8. ഓക്കെ, ഞാൻ ഒരാളെ മിസ് ചെയ്തു. ത്രിപുര ഞാൻ മിസ് ചെയ്തു, അതാണ് ഞാൻ 7 എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഫൈൻ. ഇത് ഞാൻ ഒരിക്കൽ പോയതാണ്, ബട്ട് എന്നിരുന്നാലും ഒരിക്കൽ കൂടെ പോകാൻ തെറ്റില്ലല്ലോ. ട്രൈ ചെയ്തേ. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരിക്കൽ പോയതാണ്, ഒന്ന് ട്രൈ ചെയ്തേ. അസേഷൻ റീസൺ എന്താ? ഒരു അസേഷൻ കാണും, അതിന്റെ റീസൺ തന്നിരിക്കും. രണ്ടും ശരിയാണോ, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉടനെ വരും. വന്നിട്ടില്ല എങ്കിൽ ഇതുവരെ റീസണിങ്ങിലുണ്ട്. ഓക്കെ, അസേഷൻ വെസ്റ്റേൺ ഗട്ട്സ് റിസീവ് മോർ റെയിൻഫോൾ ദാൻ ഈസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് കൂടുതൽ റെയിൻഫോൾ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസേഷൻ എന്താണ്? അസേഷൻ ട്രൂ ആണ്. റീസൺ വെസ്റ്റേൺ ഗട്ട്സ് ആ പെർപെൻഡിക്കുലർ. എന്താ ഈ പെർപെൻഡിക്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണല്ലോ ഇന്ത്യയുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. മഴ ഇങ്ങനെയാണല്ലോ വരുന്നത്, അപ്പോൾ പെർപെൻഡിക്കുലർ ആണല്ലോ. എന്താ പെർപെൻഡിക്കുലർ എന്ന് അറിയാലോ, ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇറ്റ്സ് മാത്സ് ക്ലാസ് അല്ല, ആവശ്യമില്ല. ക്രിസ്റ്റി സാർ മാത്സ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആൻസർ എന്ത് വരും? രണ്ടും ശരിയാണ്. കാരണം പെർപെൻഡിക്കുലർ നിൽക്കുന്നുണ്ടല്ലോ, അതായത് ഇങ്ങനെ വന്ന് തടഞ്ഞ് നിർത്തുന്നത് കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. അപ്പോൾ എന്താ? ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദാറ്റ്സ് ഓൾ. ഓക്കെ, സൗത്ത് വെസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എങ്ങനെ ഉണ്ടാവും എന്ന് പെട്ടെന്ന് പറയട്ടെ ഞാൻ. അതായത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ എർത്ത് എടുക്കുവാണെങ്കിൽ എർത്തിൻ്റെ നടുക്കൂടെ ഇക്വേറ്ററും പോകുന്നുണ്ട്, അതോടൊപ്പം വേറൊരു സാധനം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്താ? ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. എന്താ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്? ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് വാട്ട് പ്രഷർ? ലോ പ്രഷർ. ലോ പ്രഷർ പ്രത്യേകത എന്താ? ഹൈ പ്രഷറിലുള്ള എല്ലാ സാധനവും ലോ പ്രഷറിലോട്ട് വരും.
നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രഷറുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് ആരാ? കാറ്റുകളാണ്, വിൻഡുകളാണ്. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് എല്ലാ വിൻഡുകളും വന്നിട്ട് സബ്സൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിനാണ് IT സീസർ എന്ന് വിളിച്ചിരുന്നത്. ഫൈൻ. ഇതിന് ഡോൾഡ്രം എന്നൊരു പേരുണ്ട്, IT സീസർ എന്ന പേരുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഡോൾഡ്രം ഒരു സമയത്ത് ട്രാവലേഴ്സ് വിളിച്ചിരുന്ന ഒരു പേരാണ്. അതായത് പഴയ കപ്പലിൽ കൂടെ പോകുന്ന ആൾക്കാർ വിളിച്ചിരുന്ന പേരാണ് ഡോൾഡ്രം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഷിപ്പ് പെട്ടുപോയാൽ പെട്ടു, കാറ്റില്ല, ഇവിടെ ഒരു കാറ്റ് പോലും വരത്തില്ല. IT സീസർ എന്ന് പറയുന്നത് അതിൻ്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ തുടങ്ങുന്ന സാധനം IT സീസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് വരുന്നത്. ഇനി ഈ IT സീസർ അല്ലെങ്കിൽ ഡോൾഡ്രം എന്ത് ചെയ്യാറുണ്ട്? മേലോട്ട് താഴോട്ട് ഷിഫ്റ്റ് ആവാറുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹൗ ദി സൺറൈസ് ഹിറ്റ് ഓൺ ദി എർത്ത്. എങ്ങനെയാണ് ഭൂമിയിൽ സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്നത് അതിനനുസരിച്ച് ഇത് മേലോട്ട് താഴെ ഷിഫ്റ്റ് ആവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് പതിക്കുന്നത് എഫക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൂടാവുകയാണെങ്കിൽ അവിടെ എന്ത് പ്രഷർ ക്രിയേറ്റ് ആവും? ലോ പ്രഷർ ക്രിയേറ്റ് ആവും. അല്ലാത്ത പക്ഷം തണുപ്പാണെങ്കിലോ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സൂര്യൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വീഴുന്ന സമയത്ത് സൂര്യൻ്റെ ആംഗിൾ മാറുവാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഹൈ പ്രഷർ. അപ്പോൾ എന്ത് പറ്റും? ഈ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ മേലോട്ട് ഷിഫ്റ്റ് ആവും. ഇങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ആവുന്നത് കാരണം എന്ത് പറ്റും? ബാക്കി വിൻഡും അതിനനുസരിച്ച് ഷിഫ്റ്റ് അങ്ങോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഹൈ പ്രഷറുള്ള വിൻഡ് നമ്മൾ ഇന്ത്യയിലോട്ട് ഇങ്ങനെ വരാൻ ശ്രമിക്കും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ഇന്ത്യ. ഓക്കെ, ഇവിടെയാണ് IT സീസർ ഉണ്ടായെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ കുറച്ച് കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെയല്ല, കുറച്ച് താഴെയല്ലേ? അതെ, ഇത് നമ്മളെ ഇന്ത്യ ആണെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെയാണ് പോയിരുന്നതെങ്കിൽ IT സീസർ മേലോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? വിൻഡ് എങ്ങനെയാണ് പോകുന്നത്? വിൻഡ് ഇങ്ങനെ വരാനേ ശ്രമിക്കുള്ളൂ, ആണല്ലോ. വിൻഡ് ഇങ്ങനെ വരാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം വേറെ ഒന്നല്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ആരുണ്ട്? ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൽ വിൻഡ് വന്ന് ഇങ്ങനെ തട്ടുന്നു. തട്ടിയതിന് ശേഷം കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മേലോട്ട് പോയി ഇവിടെ പാരലിൽ തട്ടി ഇവിടെ മീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഇവിടെ മീറ്റ് ചെയ്യുന്നു. ഇത് കാരണം ആദ്യം മഴ പെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിലും രണ്ടാമത് മഴ പെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചത്, അതായത് റിട്രീറ്റിംഗ് മൺസൂൺ, അതായത് ഈ വിൻഡുകളുടെ ഡയറക്ഷൻ തിരിയും. റിട്രീറ്റിംഗ് മൺസൂൺ വരുമ്പോൾ കോറമണ്ടൽ കോസ്റ്റ്, തമിഴ്നാട്ടിലെ കോസ്റ്റിലാണ് മഴ ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ ക്ലാസ്സിൽ നേരത്തെ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഐഡിയ നല്ല കാര്യം കത്തും. പുതുതായിട്ട് വന്ന ആളുകളാണെങ്കിൽ എടാ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ദ ഓൾഡ് വീഡിയോ. എന്തൊക്കെ അക്ഷരത്തിൽ മൺസൂൺ ആൻഡ് വിൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് കണ്ടാൽ മതി, കത്തും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം ഫസ്റ്റ് ടൈം വന്ന് ആർക്കും മനസ്സിലാകത്തില്ല, ഒബ്വിയസ്ലി മനസ്സിലാകത്തില്ല. ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് കത്തും, അല്ലാത്ത പക്ഷം കത്തത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ബോത്ത് A and R are true and R is the correct explanation of A. നോർത്തേൺ പ്ലെയിൻസിനെ പറ്റിയാ ട്രൈ ചെയ്തേടാ. നോർത്തേൺ പ്ലെയിൻസിനെ പറ്റിയാ ട്രൈ ചെയ്ത് നമുക്കിനി എത്ര സമയം ബാക്കിയുണ്ട് നോക്കട്ടെ. നമുക്കിനി അരമണിക്കൂറും കൂടെ ഉള്ളൂടാ, പെട്ടെന്ന്. ഫോൺ ബൈ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര അലുവിയം ആണോ? മ്യൂട്ടാണെല്ലാം ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, കറക്റ്റ്. അതെ, ശരിയാണ്. ഇതെന്താ? ശരിയാണ്. എടാ 1 2 3 4 ശരിയാണ്. ഡിവൈഡ്സ് ഇൻറ്റു ബാബർ, തരായ്, ഖദാർ ആൻഡ് ബാങ്കർ. ഞാൻ പറയുന്നില്ല എന്താണെന്ന്, എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല. ശരി, രണ്ട് ശരിയാണ്. വിഡ്ത്ത് ശരി, ഏകദേശം ശരിയാണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആണോ? ഒരിക്കലും അല്ല, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അത് ലോജിക്കലി ചിന്തിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? എടാ ഇവിടെ അലൂവിയൽ സോയിൽ കൂടുതലാണ്, അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ സംഗതി ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ? ലീസ്റ്റ് അല്ല, ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് 1 2 and 3 ആണ്. ഓക്കെ ആണോ? കുറച്ച് സ്പീഡ് കിട്ടുവാണ്. എടാ കുറച്ച് സ്പീഡ് കിട്ടുവാണ്. മാച്ച് ചെയ്യുക. ഇതിനെന്തില്ല? മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടില്ല, ഓപ്ഷൻസ് ഇട്ടിട്ടില്ല. ട്രൈ ചെയ്തേ. ബേസിക്കലി എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ഏത് ഭാഗത്താണ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പേരെന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സാധനം വന്നിട്ട് വരാം. ശ്രീലങ്ക അവിടെ നിൽക്കട്ടെ. ലക്ഷദ്വീപ് എവിടെ കിടക്കുന്നത്? ലക്ഷദ്വീപ് മാൽദീവ്സും അറേബ്യൻ സീ സൈഡിലാണ് ലക്ഷദ്വീപും മാൽദീവ്സും കിടക്കുന്നത്. ബേ ഓഫ് ബംഗാളിന്റെ സൈഡിലാണ് ആര് കിടക്കുന്നേടാ? ആൻഡമാൻ നിക്കോബാറും കിടക്കുന്നത്. സോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ബേ ഓഫ് ബംഗാൾ സൈഡിലാണോ?
എൻ്റെ കണ്ടിൽ അതാ കണ്ടത്. ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളിലാണോ അറേബ്യൻ സീയിലാണോ? ഓഫ് കോഴ്സ് ബേ ഓഫ് ബംഗാളിലാണ് വരുന്നത്. സോ ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ബി എന്ന് പറയുന്നത് 1 ആണ്. ലക്ഷദ്വീപ് എവിടെയാ? ഇപ്പുറത്തല്ല, അറേബ്യൻ സീലല്ലായിരുന്നോ? അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എ ആയി ബി ആയി. ഓക്കെ, ഇനി എ ആയി ബി ആയി. ഓക്കെ, ഒരു സെക്കൻഡ്, മിസ്റ്റേക്ക് ഉണ്ടോ? A4 B1 ഓക്കെ C1 ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യാതെ ക്വസ്റ്റ്യൻ ഹോൾഡ് നിർത്തിക്കോ, നമുക്ക് അവസാനം വരാം. കുറച്ചൊരു കാര്യം നോക്കാനുണ്ട് അതിൽ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടപ്പോഴത്തേക്കും ഐ തോട്ട് ഇറ്റ് വാസ് ഗുഡ്, ബട്ട് ഇപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ ഒരുപാട് സാധനമെല്ലാം ഉണ്ട് പറയാൻ. നമുക്ക് ലാസ്റ്റ് വരാം. ഇതിൻ്റെ ആൻസർ പറഞ്ഞേടാ. ഇത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞേ. നോക്കാം. പ്രപ്പോസ്ഡ് ബൈ മെക്കൻസി, പാക്കർ ആൻഡ് മോർഗൻ. അതേപോലെ ഫുൾ നെയിമിനെ എഴുതിയിട്ടില്ല, കുറച്ച് ചെറിയ ആദ്യത്തെ ഫസ്റ്റ് പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് ശരിയാണ്. എക്സ്പ്ലെയിൻസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വയ പുൾ ഓർ റിഡ്ജ് പുഷ്. അതെ, ശരിയാണ്. ഇന്ത്യ വാസ് എ പാർട്ട് ഓഫ് ഗോഡ്വാന സൂപ്പർ കോണ്ടിനെന്റ്. ശരിയാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ ഡ്യൂ ടു കൺവേർജന്റ് പ്ലേറ്റ്. ആണോ അല്ലയോ? കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ? കൺവെർജന്റ്, ഡൈവർജന്റ്. ഡൈവർജന്റ് അല്ലേടാ? ഡൈവർജന്റ് ആണ്. ഇമാജിനേഷൻ നോക്കുമ്പോഴത്തേക്കും പസഫിക് റിംഗ് ഓഫ് ഫയർ ഈസ് ഡ്യൂ ടു കൺവെർജന്റ്. അതെ, കൺവെർജന്റാ. സോറി, കൺവെർജന്റ് തന്നെയാണ്. ഇങ്ങനെ കൺവെർജന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് കൺവെർജന്റടാ. ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഏറ്റവും ഹെവി കുറഞ്ഞ ആളെന്തെയും, അതായത് വെയിറ്റ് കുറഞ്ഞ ആളെന്തെയും ഇങ്ങനെ സബ്സൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റിഡ്ജ് ക്രിയേറ്റ് ചെയ്യും. ഈ റിഡ്ജിനെ വിളിക്കുന്ന ഒരു ചെയിൻ ഓഫ് റിഡ്ജ് നമ്മൾ പസഫിക് ഓഷനിൽ കാണപ്പോൾ അതാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇമാജിൻ ചെയ്ത് വെച്ചിരുന്ന രീതി തെറ്റായിരുന്നു, അതാ പറ്റിപ്പോയത്. രീതി ശരിയാണ്. ശരി, ഇത് നമ്മുടെ ഇപ്പോൾ തിയറീസ് ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് മൊത്തം 2 തരം തിയറീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ എർത്തിനെ ബേസ് ചെയ്ത തിയറീസും ഉണ്ട്, അതായത് ഭൂമി, പ്ലാനറ്റ്, അങ്ങനത്തെ സാധനങ്ങളുടെ തിയറീസും ഉണ്ട്. പിന്നെ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചു തിയറീസ് നമുക്ക് ഒന്നപ്പെട്ട് നോക്കാം. നെബുലർ ഹൈപ്പോത്തിസിസ് ആരാ? കാന്തും ലാപ്ലേസും ആണ്. നിങ്ങൾ ജസ്റ്റ് ഇത്ര ഇമ്മാനുവൽ കാന്ത് ഏത് വർഷം തരുന്നു, ലാപ്ലേസ് ഏത് വർഷം തരുന്നു എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യാറില്ല. ഓക്കെ, പ്ലാനറ്റിസിമൽ തിയറി ആരാ? ചാമ്പർലിനും മോൾട്ടനും. സ്മോൾ പ്ലാനറ്റിസിമൽ കൊളൈഡ്സ്, അതായത് ചെറിയ പ്ലാനറ്റുകൾ കൊളൈഡ് ചെയ്താണ് വലിയ പ്ലാനറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. ടൈഡൽ ഹൈപ്പോത്തിസിസ് എന്താ? ജീൻ ആൻഡ് ജെഫ്രീസ് ആണ് തന്നത്. നിയർ ബൈ സ്റ്റാർസ് പുൾഡ് മെറ്റീരിയൽ ഫ്രം ദ സൺ. അതായത് ചെറിയ നക്ഷത്രങ്ങൾ സൂര്യൻ്റെ അതായത് അതിനേക്കാളും വലിയൊരു ഇത്, അതായത് സൂര്യൻ എന്ത് ചെയ്യുന്നു, മാറ്റർ വലിച്ചെടുത്ത് പ്ലാനറ്റായി മാറുന്നു എന്നാണ് പറഞ്ഞത്. ആരെന്ന് പറയുന്നത്? ടൈഡൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് തിയറി ആരാ തന്നെ? ജോർജ് ലെമറ്റർ ആണ്. ഇന്ത്യ 1927. ഇത് 70s തന്നത്. 17 എത്ര എന്ന് പറഞ്ഞാൽ മതി. 17 എത്ര? ഇയാൾ മോഡിഫൈ ചെയ്ത് 17 എത്ര? തിയറീസ്. ഇനി കോണിനൽ ഡ്രിഫ്റ്റും പ്ലേറ്റ് മൂവിനെ സംബന്ധിച്ച്. കോണിനൽ ഡ്രിഫ്റ്റ് ആൽഫ്രഡ് വെഗ്നർ ആണ്. വർഷം ഏതാ? 1912. എങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം? 1911 ബംഗാൾ പാർട്ടീഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്? ഒരു ഡ്രിഫ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഡ്രിഫ്റ്റ് കോണിനൽ ഡ്രിഫ്റ്റ് ബൈ ആൽഫ്രഡ് വെഗ്നർ. എന്താ സംഭവം? എന്താ ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്? ഒരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. എന്താ ലാൻഡ് മാസ് വിളിക്കുന്ന പേര്? ലാൻഡ് മാസ് വിളിക്കുന്ന പേര് പാൻജിയ എന്നായിരുന്നു. വാട്ടർ ബോഡി എന്ന് വിളിക്കുന്നത് പാന്തലാസ എന്നായിരുന്നു. ലോറേഷ്യൻ ഗോണ്ട്വാന, നമ്മൾ നേരത്തെ പറയുന്നത് ഗോണ്ട്വാനെ പറ്റി. ഗോണ്ട്വാന ആര് വന്നത്? ഇന്ത്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ പോലത്തുള്ള ആളുകൾ വന്നത്. ഇന്ത്യ എങ്ങനെ സ്ഥാപിതമായി, മീൻസ് രൂപപ്പെട്ടു? യുറേഷ്യൻ പ്ലേറ്റ് പോയി തട്ടിയ സമയത്ത്. ഓക്കെ, എവിഡൻസ് എന്താ? ജിക്സോ പസിലൂടെ ഉണ്ടോ? ജിക്സോ പസിലൂടെ ഇല്ല. എന്താ ജിക്സോ പസിൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഇപ്പോൾ ഞാൻ ഈ ഒരു പീസും ഈ ഒരു പീസും ഈ ഒരു പീസ് എനിക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. എന്താ പ്രശ്നം? അല്ലെങ്കിൽ പോട്ടെ. ഇതൊരു സർക്കിളിൻ്റെ ഒരു ഭാഗം ഞാൻ മുറിച്ചെടുത്ത് പുറത്ത് വെച്ചു. ഈ ഒരു ഭാഗം പുറത്തിരിക്കുക. തിരിച്ചെടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ അവൻ ഇതിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ. സോ അതിനാണ് ജിക്സാ പസിൽ എന്ന് പറയുന്നത്. അതായത് ആൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് കാണും, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സാധനങ്ങൾ എടുത്ത് വെക്കണം. അതാണ് ജിക്സാ പസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ജിക്സാ ഫിറ്റ് പോലെ നമ്മുടെ ഇന്ത്യ മാപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി വേറെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ എവിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിചാരിക്കുക ഇത് നമ്മുടെ നോർത്ത് അമേരിക്ക ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ യൂറോപ്പ് രാജ്യങ്ങളാണെന്ന് വിചാരിക്കുക. ഇവിടെ കാണപ്പെട്ടിരുന്ന വെജിറ്റേഷൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ റിമെയിൻസും ഇവിടെയും കാണപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റി? ഒരു സമയത്ത് എല്ലാവരും ഒന്നിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫോസിൽസ്, കോസ്റ്റ് ലൈൻസ്, റോക്സ് ആൻഡ് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിഡൻസ് അതുകളാണ്. ഓക്കെ, ശരി. അടുത്ത് വരുന്ന സാധനം എന്താ? അടുത്ത് വരുന്നതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്. ഹാരി ഹെയ്സ് ഇൻ ദി ഇയർ 1962. ഇൻകോസ്പാർ നിർമ്മിതമാകുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന വർഷവും ഇതാണ് ഇൻകോസ്പാർ. പിന്നെ അതിൻ്റെ പേര് മാറുന്നത് 1969 ISRO എന്ന്. ഓക്കെ, ശരി. ന്യൂ ക്രസ്റ്റ് ഫോംഡ് അറ്റ് മിഡ് ഓഷ്യനിക് റിഡ്ജ്, ഓൾഡ് ക്രസ്റ്റ് സിങ്ക് അറ്റ് ട്രെഞ്ചസ്. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഓഷ്യൻസിൽ പുതിയ ആൾക്കാർ, പുതിയ ക്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഓൾഡ് സാധനം എന്താവും, അടിയിലോട്ട് മുങ്ങിപ്പോകുന്ന ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താ? 1967 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേടാ. 1962, 1967. ലിതോസ്ഫിയർ ഡിവൈഡ്സ് ഇൻടു പ്ലേറ്റ്സ്, മൂവ്മെന്റ് കോസ് എർത്ത്. അതായത് വേറൊന്നുമല്ല, ഇത്രേ ഉള്ളൂ. അത് വായിക്കുന്നതിനെ കാലം ഇത് പറയുന്നത് എളുപ്പം, അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. നമുക്ക് എർത്തിനെ 3ആയിട്ട് ഇന്റീരിയർ ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റ് ഇത്രേ ഉള്ളൂടാ. ക്രസ്റ്റ്, മാന്റില്, കോർ. നമ്മളെ കോറിൽ സെമി മോൾട്ടൺ സാധനമുണ്ട്. സെമി മോൾട്ടൺ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്ലേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ആള് കാരണം അനങ്ങുന്നതുകൊണ്ട് എന്തുണ്ടാകുന്നതെന്ന് പറയുന്നത് എർത്തിക്വേക്സ് ഉണ്ടാകുന്നത് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ്. ലിതോസ്ഫിയർ ഡിവൈഡഡ് ഇൻടു പ്ലേറ്റ്സ്. നമ്മൾ ലിതോസ്ഫിയർ ആണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെ ആടുന്നത്. ഏസ്തനോസ്ഫിയർ ആണ് അതിൻ്റെ അടിയിരിക്കുന്നത്, അതിനെ ഇങ്ങനെ ആട്ടുന്നത്. ഓക്കെ, മൂവ്മെന്റ്സ് കോസ് എർത്തിക്വേക്സ്, വോൾക്കാനോസ് ആൻഡ് മൗണ്ടൻസ്. ഇതിന്റെ ബൗണ്ടറീസ് എന്താ? അതായത് ടൈപ്സ് ആണെന്ന് ഉദ്ദേശിച്ചത്. ടൈപ്സ്. ഡൈവർജന്റ്, കൺവെർജന്റ് ആൻഡ് ട്രാൻസ്ഫോം. എന്താ ഡൈവർജന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് രണ്ട് പ്ലേറ്റുകൾ പോവുകയാണെങ്കിൽ അടിയിലുള്ള മാഗ്മ പുറത്തോട്ട് വരും, പുതിയ ലാൻഡ് ഫോം നിർമ്മിതമാവും. ഇനി രണ്ടുപേർ ഇങ്ങനെ കൂട്ടിമുട്ടുവാണെങ്കിൽ ഹെവിയർ ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ളതും കാണും. ലൈറ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഹെവിയുടെ അടിയിൽ ഇങ്ങനെ സബ്സൈഡ് ചെയ്ത് ഇങ്ങനെ പോകും. അതാണ് കൺവേർജൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു മൂവ്മെന്റ് ആണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ, കൺവെക്ഷൻ കറന്റ് തിയറി. അപ്പോൾ കുറച്ചു കാലം മുന്നേ കോളിഞ്ചർ ഡ്രിഫ്റ്റ് തിയറി പറഞ്ഞ സമയത്ത് വെഗ്നർ പറഞ്ഞു ഇത് എന്തുകൊണ്ടാ ടൈഡൽ പവർ, അതായത് തിരമാലകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ആര് പറഞ്ഞു? വെഗ്നർ പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി അല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നത്, ആരും സമ്മതിച്ചില്ല. കുറച്ച് വർഷം കഴിഞ്ഞ്, എത്ര വർഷം കഴിഞ്ഞ്, കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആർതർ ഹോംസ് എന്ത് ചെയ്തു? പറഞ്ഞു കൺവെൻഷൻ കറണ്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്? പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നത്. ഇനി എന്താ കൺവെൻഷൻ കറണ്ട് എന്ന് പറയുമ്പോൾ എർത്തിന്റെ ഉള്ളിൽ ഒരുപാട് എന്തുണ്ടടാ? ഹീറ്റ് ട്രാപ്ഡ് ആയിട്ടുണ്ട്. ഈ ഹീറ്റ് എ ടൈപ്പ് ഓഫ് സെല്ലായി മാറുന്നുണ്ട്. അതായത് ഞാൻ വരച്ച് കാണിക്കുവാണെങ്കിൽ ഇത് എർത്തിന്റെ ഇന്റീരിയർ, എർത്തിന്റെ അകത്തൊരു ചൂട് കാണും. ഈ ചൂട് എന്താ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാറുണ്ട്, സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങാറുണ്ട്. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കറങ്ങി ടൈപ്പ് ഓഫ് എന്തായി ഒരു കമ്പാർട്ട്മെന്റുകളായി മാറുന്നില്ലേ? അപ്പോൾ ഈ കമ്പാർട്ട്മെന്റുകളായി മാറുന്ന സമയത്ത് ഇതിനെ വിളിച്ച പേരാണ് കൺവെൻഷൻ കറണ്ട്. അതായത് ചൂട് കാരണം, കൺവെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ട് സെല്ലുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് കാരണമാണ് കോളനിയൽ ഡ്രിഫ്റ്റ് ഉണ്ടായെന്നാണ് ആര് പറഞ്ഞത്? ആർതർ ഹോംസ് പറഞ്ഞത്. അപ്പോൾ വർഷങ്ങൾ ഓർത്തിരിക്കുക. 1912 കോളനിയൽ ഡ്രിഫ്റ്റ്, sea flow spreading by Harry Hayes 1962, plate tectonic 1967, and convection current theory തന്നത് ആരാ? ആർതർ ഹോംസ് ആണ്. ആൻഡ് ബിഗ് ബാങ് തിയറി തന്ന ആരാ? 1927 ജോർജ് ലെമറ്റർ ആണ്. ഓക്കെ, കോയപ്പൻ ക്ലാസിഫിക്കേഷൻ ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ഡീപ്പായിട്ട് പോകാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഇതിന് മുന്നേ ഞാൻ നന്നായിട്ട് എടുത്തതാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കയറി നോക്കിയാൽ മതി.
ബി എന്താടാ? ബി ഡ്രൈ ആണ്. മൊത്തം ഇത്രയും പേരുണ്ട്. എ ബി സി ഡി ഇ. എ എന്ന് പറയുന്നത് ട്രോപ്പിക്കലാണ്. ബി എന്ന് പറയുന്നത് ഡ്രൈ ആണ്. സി ടെമ്പറേറ്റ്. എന്താ ടെമ്പറേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? അധികം ചൂടുമില്ല അധികം തണുപ്പില്ല അതിൻ്റെ ഇടയിൽ. ഡി എന്ന് പറയുന്നത് കോൾഡ് ആണ്, കോൾഡ് റീജിയൻ ആണ്. ഇ എന്ന് പറയുന്നത് തുണ്ട്രയാണ്, ഏറ്റവും കോൾഡുള്ള സ്ഥലം. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെ ചെറിയ ചെറിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എഫ്, എം, ജി. ഓക്കെ, ഞാൻ പോകുന്നില്ല അതിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് തീരത്തില്ല, അതുകൊണ്ടാണ്. തീരുമോ എന്ന് എനിക്കറിയില്ല ആ വിഷയം. കുറച്ചുകൂടെ ഉണ്ട് ഇനി. ഓക്കെ, ഐ എം ഗെറ്റിംഗ് ടയർഡ്. ക്വസ്റ്റ്യൻ കട്ട്സ് എത്തി. ഓക്കെ, ആൻസർ പറഞ്ഞേ. സോ ഈ മാസത്തിൻ്റെ പ്രത്യേകത എപ്പോഴാണ് പറയാൻ? ഡിസംബർ ആണ്. ഡിസംബറിൻ്റെ പ്രത്യേകത ഫെസ്റ്റീവ് സീസൺ ആണ്. ഫെസ്റ്റീവ് സീസൺ ആണ്. സോ തണുപ്പ് സീസണും കൂടെ ആണ്. നമ്മൾ പഠിപ്പിച്ച വിൻ്റർ സീസണാണ് വരുന്നത്. നമുക്ക് ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ ഏകദേശം ഒരു വിൻ്റർ സീസണാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബോഡീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തളരുന്ന സമയമാണ്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നില്ല. തണുപ്പ് കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ചെയ്ത് ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? വർക്കൗട്ടൊക്കെ ചെയ്യുക, നല്ല ഫുഡൊക്കെ കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. ഓക്കെ, പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഫെസ്റ്റീവ് സീസൺ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല. എന്താ, ഒരു 10-ാം തീയതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചൂട് കിട്ടും. നിങ്ങൾ ഫോൺ തുറക്കുമ്പോൾ ക്രിസ്മസിൻ്റെ കാര്യവും ക്രിസ്മസ് കേക്കും അതൊക്കെ വരും. അപ്പോൾ ഉഴപ്പാൻ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് സാറ് പോയതായിരിക്കും, പക്ഷേ ഞാൻ പറയുവാണ്, നമ്മൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനേ തോന്നില്ല, ഒട്ടും തോന്നില്ല. ഓക്കെ, ഒരാഴ്ച എടുക്കരുത്, ഒരു ദിവസം പഠിക്കാനേ തോന്നില്ല. എന്ത് ചെയ്യുക? നമുക്ക് 4 ടോപ്പിക്സ് ഉണ്ട്. ഞാൻ SSCയും റെയിൽവേയാണ് പറയുന്നത്. ബാങ്കുകാർക്ക് 3 ടോപ്പിക്സ് മെയിൻലി പഠിക്കാവുള്ളൂ. കറണ്ട് അഫയേഴ്സും കൂടി ചേർത്ത് 4. നിങ്ങൾ എന്തെടുത്താലും 4 ടോപ്പിക്സ് എന്ത് ചെയ്യുക? കുറച്ച് പഠിക്കുക. അതായത് അതും കൂടെ പെട്ടെന്ന് പറയാനാ. ക്രിസ്തു സാറ് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ കേട്ടോളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുവാണ്. ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്തൊക്കെയുണ്ട്? ഗ്രാമർ റൂൾസ് ഉണ്ട്, സിനോണിംസ് ആന്റോണിംസ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട് അല്ലേ? എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് സിനോണിംസ് ആന്റോണിംസും ഫ്രേസൽ വേർബ്സും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുക? ഒരു 30 പഠിക്കുക. മതി, 30 മാത്രം പഠിച്ചാൽ എൻ്റെ ഒരു സെക്ഷനിലും കൂടെ അടിക്കുക. സെക്ഷണൽ അടിക്കുക. ഇംഗ്ലീഷ് കഴിഞ്ഞു, മതി. ഇനി മാത്സ്. മാത്സ് എന്ത് ചെയ്യുക? സെക്ഷണൽ അടിക്കുക, സെക്ഷണൽ ടെസ്റ്റ് അടിക്കുക. മാത്സ് സെക്ഷണൽ ടെസ്റ്റ് 20 മിനിറ്റേ കാണുള്ളൂ. 20 മിനിറ്റ് ഉള്ളതേ അടിക്കാവുള്ളൂ. കാരണം സമയം കുറച്ച് അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം ഇതിൻ്റെ അനാലിസിസിന് എന്ത് ചെയ്യുക? സമയം കൊടുക്കുക. അനാലിസിസിന് സമയം കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു സാധനം കൂടെ വെച്ചാൽ എന്താ? ഫോർമുല റിവിഷൻ. നിങ്ങൾ ഫോർമുല ബുക്ക് കാണുമല്ലോ, 10 പേജ് ഉണ്ടെങ്കിൽ ഒരു 5, 2, 4 പേജ് പഠിക്കുക. ഫോർമുല റിവിഷൻ പോലെ ചെയ്യും. ലാസ്റ്റ് അടുത്ത ആരാ? GK. GK കുറേ ഉണ്ടടാ. GK നമുക്ക് ഒരുപാട് സാധനങ്ങൾ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? മെയിൻ പില്ലേഴ്സ് എടുക്കുക. പില്ലർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? എക്കണോമിക്സ്, ജിയോഗ്രഫി, പൊളിറ്റി ആൻഡ് ഹിസ്റ്ററി. ഈ 4 ഏതെങ്കിലും ഒരു സാധനം എടുക്കുക, അത് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാറ്റിക് ടോപ്പിക് പഠിക്കുക. സ്റ്റാറ്റിക് ടോപ്പിക് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആവുന്നത് അത് പഠിക്കുക. ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ പില്ലേഴ്സ്. ലാസ്റ്റ് വൺ ആരാ? റീസണിങ്. റീസണിങ്ങിന് മെയിൻലി ആരാ? റീസണിങ്ങിൽ മെയിൻലി വരുന്നത് സെക്ഷണൽ ടെസ്റ്റ് മാത്രം. ഇനി മെയിനായിട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. എന്താ? ക്യൂബും സ്ക്വയറും റിവിഷൻ. നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് അന്ന് ദിവസം പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റിയില്ല, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല, ഇത്രയും ചെയ്യും. ഇത്രയും ചെയ്താൽ മതി. കാരണം എടാ, ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, തണുപ്പ് സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പോഴത്തെ വണ്ടിയല്ല, പഴയ വണ്ടികൾ. ഇപ്പോഴത്തെ വണ്ടികൾ എളുപ്പത്തിൽ സ്റ്റാർട്ടാണ്. ബട്ട് സ്റ്റിൽ ഫോർ ദി സേക്ക് ഓഫ് എക്സാമ്പിൾ ഇമാജിൻ ദാറ്റ് ഇപ്പോൾ തണുപ്പാണ്, സ്നോ മൂടി കിടക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടാണ്, ഉറപ്പായിട്ടും പാടാണ്. കാരണം എന്തുകൊണ്ട്? എഞ്ചിനെല്ലാം ഭയങ്കര കോൾഡാണ് ആൻഡ് ഇറ്റ്സ് എ ഹേസൽ. ഓക്കെ, ഭയങ്കര പാടാണ്. പക്ഷെ ഒരു വണ്ടി ആൾറെഡി അനങ്ങിക്കൊണ്ടിരിക്കുവാണ്, പക്ഷെ കുറച്ച് നേരം നിർത്തിയിട്ടു, പിന്നെ കുറച്ചുകൂടെ ഓടി. പ്രത്യേകത എന്താ? എഞ്ചിൻ ഓഫ് ആവുന്നില്ല മൊത്തത്തിൽ? ഇല്ല, എഞ്ചിൻ മൊത്തത്തിൽ ഓഫ് ആവുന്നില്ല. എഞ്ചിൻ അപ്പോഴും ചെറിയ ചൂടുണ്ട്, എഞ്ചിൻ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ? ആ വാഹനം അല്ലെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? മുന്നോട്ട് നീങ്ങും. ഇതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബോഡിയിൽ സംഭവിക്കുന്നത്. നമ്മൾ ഫുൾ സ്റ്റേറ്റ് ഓഫ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് പോലെ എ സ്റ്റേറ്റ് ഓഫ് ബോഡി, എ ബോഡി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വിൽ റിമെയിൻ റെസ്റ്റ്.
റെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ റെസ്റ്റിൽ തന്നെ ഇരിക്കും. അതിൽ നിന്ന് മാറാൻ നിങ്ങളുടെ ബോഡി റെസിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യും, ഒരുപാട് സമയം എടുക്കും. സോ നിങ്ങൾക്കൊരു മൊമെൻ്റം ഉണ്ട്. ഇപ്പം നിങ്ങൾ പോകുന്നത് ഒരു മൊമെൻ്റത്തിൽ പോകുന്നുണ്ട്. ഇമാജിൻ ഒരു 25 ഒരു 30% മൊമെൻ്റത്തിൽ നിങ്ങൾ പോകുന്നുണ്ട്. ക്രിസ്മസ് എത്തി, ഈ മൊമെൻ്റം ഡ്രോപ്പ് ആവാൻ നോക്കുക, മൊമെൻ്റം കീപ്പ് ചെയ്യുക, കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങുക ഒരല്പമെങ്കിലും. കാരണം മൊമെൻ്റ് ഒരിക്കൽ കഴിഞ്ഞ് പോയാൽ, കാരണം ഡിസംബറിന് ജനുവരി വരുന്നത്, പുതിയ വർഷമായി. ഓക്കെ, ഇഷ്ടംപോലെ എക്സാംസ് വീണ്ടും വരും. അപ്പോൾ അന്ന് റിഗ്രറ്റ് അടിക്കരുത്. ഞാൻ എന്തിന് ഡിസംബറിൽ ഒരുപാട് ബ്രേക്ക് എടുത്തു, ഇന്ന് റിഗ്രറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഐഡിയ പറഞ്ഞത്. ഓക്കെ, ചിലരിത് ഫോളോ ചെയ്യുന്നുണ്ടാവും, ഫോളോ ചെയ്യുന്നില്ലായിരിക്കാം. ബട്ട് ഇത് എൻ്റെ ഒരു ഐഡിയ ഓഫ് ടേക്കിംഗ് എ ബ്രേക്ക് ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷനിലോട് വരാം. ഞാൻ കുറേ സമയം കളഞ്ഞെന്ന് തോന്നുന്നു. വെസ്റ്റേൺ ഗൺസ്. ഓക്കെ, കണ്ടിന്യൂസ് ഹയർ എലിവേഷൻ ദാൻ ഈസ്റ്റേൺ. അതെ, ശരിയാണ്. അതെ, ജംഗ്ഷൻ ആണ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ. റിവർ ഫ്ലോസ് പാരലൽ ടു ദ കോസ്റ്റ്. പാരലാണോ? ഡൗട്ടുണ്ട്. പാരലാണോ പെർപെൻഡിക്കുലർ ആണോ? അതോ ഒന്നും വരുന്നില്ലേ? പെർപെൻഡിക്കുലർ ചെയ്യാം. പെർപെൻഡിക്കുലർ. ഇത് തെറ്റാ. അപ്പോൾ 1, 2, 3 is the answer. ഓക്കെ, എത്രയാ? 7. 7 പേരുണ്ട്. 7. ഓക്കെ, ഞാൻ മാപ്പ് ഇൻക്ലൂഡ് ചെയ്തില്ല. ഇല്ല, ഞാൻ തന്നെ വരയ്ക്കാം. പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. ഒരാളും കൂടെ ഉണ്ട്. ഓർമ്മ വരുന്നില്ലടാ, ഒരാളും കൂടെ ഉണ്ട്. നിങ്ങളില്ലാത്തൊരു പ്രശ്നമാണ്. നിങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. മ്യാൻമാർ. യെസ്. 1, 2, 3, 4, 5, 6, 7 പേരും. ഓക്കെ, ഫൈൻ. എൽ നീനോയെ പറ്റി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ വളരെ നന്നായിട്ട് തന്നെ ആൾറെഡി ഒരു യൂട്യൂബ് വീഡിയോയിൽ പോയതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതെടുത്ത് കാണുക. ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൽ പോകത്തില്ല, ഭയങ്കര പാടായി. ഇതിൽ എക്സ്പ്ലനേഷൻ കുറച്ച് സമയം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പേര് വീക്കെൻഡ്സ് വാക്കർ സർക്കുലേഷൻ. അതെ, എന്താണ് ഈ വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് എൽനീനോയും ലാനീനോ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗം, നമ്മുടെ നോർത്ത് അമേരിക്കൻ്റെ ഭാഗം. തിരിഞ്ഞോയോ? കറക്റ്റാ, ഇത് ഇന്ത്യയുടെ ഭാഗം, നോർത്ത് അമേരിക്കയുടെ ഭാഗം. ഒരിടത്ത് ചൂട് കൂടുന്ന സമയത്ത് ഒരിടത്ത് ചൂട് കുറയുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ചൂട് കുറയുന്ന സമയത്ത് ഒരിടത്ത് ചൂട് കൂടുന്നു. ഈ സൈക്ലിക് ആയിട്ടുള്ള റൊട്ടേഷൻ ഉണ്ടല്ലോ, അതിന് ഒറ്റ സ്വരത്തിൽ നമുക്ക് എന്ത് പറയാം? വാക്കർ സർക്കുലേഷൻ എന്ന് പറയാം. ഈ സർക്കുലേഷൻ വീക്കൻ ആവുന്നുണ്ട്. ഏത് സമയത്ത്? എൽ നീനോ സമയത്ത്. ശരിയാണ്. വാം ഈസ്റ്റേൺ പസഫിക് റിഡ്യൂസസ് ഇന്ത്യൻ മൺസൂൺ. അതായത് ഞാനെന്ത് പറഞ്ഞു, നമുക്ക് ചൂട് തിരമാലകളാണ് വരുന്നതെങ്കിൽ എന്താ, ഫിഷുകളുടെ അളവ് കൂടുതലായിരിക്കും. ആണല്ലോ. വാം ഈസ്റ്റേൺ പസഫിക്, അത് കറക്റ്റാ, കൂടുതലായിരിക്കും. കോൾഡ് ആണെങ്കിലോ ഫിഷുകളുടെ അളവ് കുറവായിരിക്കും. ഇനി ചൂടാണെങ്കിലോ മഴയുടെ അളവ് കൂടുതലായിരിക്കും. തണുപ്പാണെങ്കിലോ മഴയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ എൽ നീനോ കാരണം ഏറ്റവും കൂടുതൽ ചൂട് വാട്ടറും ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതും ഏത് സൈഡിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ. ഏത് സൈഡ്? നോർത്ത് അമേരിക്കൻ ആ ഭാഗത്ത്, ആ സൈഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആൻഡ് അപ്പോൾ സബ്സിക്വൻ്റ്ലി ഇന്ത്യയിൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യൻ മൺസൂൺ എന്തായിരിക്കും? കുറവായിരിക്കും. റിഡ്യൂസസ് ഇന്ത്യൻ മൺസൂൺ. അപ്പോൾ ഇതെന്താ? ശരിയാണ്. എൽ നീനോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാ നീന എന്ന് പറഞ്ഞാൽ. ശരിയാണ്. 2 മുതൽ 7 വർഷം വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഓൾ ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി. മനസ്സിലായില്ല എങ്കിൽ ഡോണ്ട് വറി,
ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഗൂഗിൾ അല്ല യൂട്യൂബ് സെർച്ച് ചെയ്യുക, എൽ നീനോ ലാനീനോ വരാന്ത റൈസ് എന്ന് പറയുമ്പോൾ ആദ്യം വന്ന് കിടക്കും. അത് തന്നെ സാധനം ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകത. എനിക്ക് ഡൗട്ട് അടിക്കുമ്പോൾ പോലും ഞാൻ അതെടുത്താൽ കാണുന്നത്, അപ്പം ഞാൻ അത്ര വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ ഇത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞത് എന്താ, ഗോണ്ട്വാന. ഫാൻജിയ പാന്തലാസ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഗംഗാ ബേസിനെ പറ്റിയാണ്. ട്രൈ ചെയ്തേ. തണുപ്പ് സീസണാണ്, വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, എന്നാലും വെള്ളം കുടിക്കുക. ഓക്കെ, ഗംഗാ ബേസിൻ. എന്താണ് ഗംഗാ ബേസിൻ ഉദ്ദേശിക്കുന്നത്? ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും അടങ്ങുന്ന ഒരു വലിയ ഏരിയയാണ് ഗംഗാ ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടാവും? പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഞാൻ അതിൽ സംശയം ഉണ്ടെങ്കിൽ മഹാജനപദ എടുത്തു നോക്ക്. മഹാജനപദാസിൽ എടുക്കുമ്പോൾ ഏറ്റവും പ്രഗത്ഭരായി നിന്ന ആരാ? മഗധയാണ്, മഗധ്. എന്തുകൊണ്ടാണ്? മഗധയ്ക്ക് ഗംഗയിൽ നിന്നുള്ള ട്രിബ്യൂട്ടറീസ് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി പോപ്പുലേഷൻ കൂടിയ സ്ഥലം തന്നെ ഏതായിരുന്നു? ഗംഗയുടെ എന്ത് വരുമ്പോൾ, ബേസിൻ വരുമ്പോൾ. അപ്പോൾ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് ആണോ? അതെ, പോപ്പുലേറ്റഡ് ആണ്. ട്രിബ്യൂട്ടറീസ് യമുനയും ഗാഗ്രയും ആണോ? അതെ ആണ്. ഗംഗോത്രിയിലാണോ ഒറിജിൻ? അതെ. ഫ്ലോസ് വെസ്റ്റ്വേർഡ് ആണോ? അല്ല, വെസ്റ്റ്വേർഡ് അല്ല, ഈസ്റ്റ് വേർഡ് ആണ് ആര് ഫ്ലോ ആവുന്നത്? ഗംഗ ഫ്ലോ ആവുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1, 2 and 3 ആണ്. 1, 2 and 3. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് വരാം. നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയ? അലൂവിയൽ സോയിലിനെ പറ്റി. ഒന്ന് ട്രൈ ചെയ്തരാം. അലൂവിയൽ സോയിലിനെ പറ്റിയാണ്. നോക്കാം. അലൂവിയൽ സോയിൽ, നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് റിവർ വാലീസ്. അതെ ആണ്. എന്തുകൊണ്ടാണ് നോർത്തേൺ പ്ലെയിൻസിൽ എന്തുകൊണ്ടാണ്? നമുക്ക് നേരത്തെ അറിയാം എന്തുകൊണ്ടാണ്. ഒഴുകി വരുന്നു, ഡെപ്പോസിഷൻ അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. റിവർ വാലീസ് എന്തുകൊണ്ടാണ്? ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്, ഒബ്വിയസ്ലി ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ശരിയാ. ഖാദറും പുതിയ അലുവയിലാണ്, ബാങ്കർ ഓൾഡ് ആണ്, ശരിയാണ്. റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ കൾട്ടിവേഷനൊക്കെ ആര് കറക്റ്റാ? അലുവിയൽ കറക്റ്റ് ആണ്. റെഡ് ഇൻ കളർ ആണോ? അല്ല, റെഡ് അല്ല, ബ്ലാക്ക് ആണ്. റെഡ് ഇൻ കളർ ഇരിക്കുന്ന ആരാ? ലാറ്ററൈറ്റ് സോയിൽ ആണ് റെഡ് ഇൻ കളർ. ലാറ്ററൈറ്റ് സോയിൽ ആണ് റെഡ് ഇൻ കളർ. ലാറ്ററൈറ്റ് സോയിൽ ആണ് റെഡ് ഇൻ കളർ. അങ്ങനെയാണെങ്കിൽ ആൻസർ വന്നിട്ട് 1, 2, 3 ഓൺലി. ഓക്കെ, ശരി. ഞാൻ അടുത്ത മാപ്പിൽ മാപ്പുണ്ട്. സന്തോഷം. എനിക്ക് ജിയോഗ്രഫി മാപ്പ് വെച്ച് പഠിക്കാൻ ഇഷ്ടം. ഒരു മാപ്പ് ഉണ്ട്, അത്രയും സന്തോഷം. ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ ഞാൻ ഇടയ്ക്ക് മറന്നു മാപ്പ് ഇട്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാടാ? നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ദയവേത് പടം കണ്ടിട്ട് പറയല് എന്താ? ലാറ്ററൈറ്റ് സോയിലാണെന്ന് പറയല്, അതായത് റെഡ് ആൻഡ് യെല്ലോ സോയിലാണെന്ന് പറയല്. ആൻസർ എന്താ? അലൂവിയൽ സോയിലാണ്. നോക്കിയേ, ഇത്രയും ഭാഗമുണ്ടാ, ഇത്രയും ഭാഗമുണ്ട് അലൂവിയൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ അലൂവിയൽ സോയിലാണ്. ഓക്കെ, അലൂവിയൽ സോയിലൂടെ വന്നു. ഇനി ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ എന്ന് പറയുമ്പോൾ എന്താ? മൗണ്ടൻ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. മൗണ്ടൻ ഭാഗങ്ങൾ എവിടെയാ? ഇവിടെ, 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 പിന്നെ ഈ ഒരു ചെറിയ ഭാഗത്തൊക്കെ ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് സോയിൽ എവിടെ? ഈ ഒരു ഭാഗത്താണ്. കോട്ടൺ കൾട്ടിവേഷൻ ഏരിയയിൽ നടക്കുന്ന ബ്ലാക്ക് സോയിൽ. ഇത് ബ്ലാക്ക് അല്ല എടാ, എൻ്റെ കണ്ണിൽ ഇത് ഗ്രേ ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബ്ലൂ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതെ. ആരിഡ് സോയിൽ എവിടെ വരുള്ളൂ? ഡെസേർട്ട് ഏരിയയിൽ വരുള്ളൂ. ഇതേത് ഭാഗമാണ്? ആരവല്ലി ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ആരവല്ലിയുടെ പിറകെയാണ് ആരുള്ളത്? ഥാർ ഡെസേർട്ട് ഉള്ളത്. ഒരു സെമി ആരിഡ് അല്ലെങ്കിൽ ആരിഡ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ചെയ്തല്ലേ? ചെയ്തു. റിപ്പീറ്റേഷൻ അറിയാണ്ട് അടിച്ചു പോയതാ. സെൽഫ് ഫ്ലോയിങ് ആയിട്ടുള്ളത് ആരെന്നാ ചോദിക്കുന്നത്? സെൽഫ് ഫ്ലോ സോയിൽ. സെൽഫ് ഫ്ലോയിങ് സോയിൽ. സെൽഫ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ എടാ, മണ്ണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇളക്കി വിടണം. അതിൻ്റെ ഇടയിലുള്ള ഈ കാറ്റൊക്കെ ഏതൊക്കെ പറഞ്ഞു.
പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ ഡ്രൈ ആവുന്ന സമയത്ത് തനി ഇതിൽ ക്രാക്ക് ഫോം ആവുകയും അതിലുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള എയർ പുറത്തോട്ട് ഇറങ്ങി പോകാനും പറ്റുന്ന ഒരാളുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരെന്ന്. അതാണ് ആരെന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മാപ്പ് ഉണ്ടോ ഇതിന്? ഇല്ല. ട്രൈ ചെയ്തടാ. Thar desert receives less than 25 centimeter. അതെ, എന്തുകൊണ്ടാണ്? അവിടെ എന്ത് തരം ഫോറസ്റ്റ് ആടാ? അങ്ങനെ ഫോറസ്റ്റ് പഠിപ്പിച്ചില്ലേ? ഫോറസ്റ്റ് പഠിപ്പിച്ച സമയത്ത് ട്രോപ്പിക്കൽ എവർഗ്രീൻ പഠിപ്പിച്ചു, ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് പഠിപ്പിച്ചു. പിന്നെ നമുക്ക് മെയിനായിട്ട് അറിയുന്നതാണ് യവൻ എന്ന് പറയുന്നത്. ഇതേതാ? ആരിഡ് ഫോറസ്റ്റ് ആണ്. കാക്ടസ് പോലത്തെ സാധനങ്ങൾ കാണപ്പെടുന്നത്. അതായത് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു മുള്ളു പോലെ. ഓക്കെ, ഫോർ ടു റെഡ്യൂസ് വാട്ടർ ലോസ്. 25 സെന്റിമീറ്റർ ലെസ് ആണോ? അതെ, ആണ്. ഡെസേർട്ടിന്റെ മീനിങ്, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസൻ മീൻ അവിടെ മഴ ഒട്ടുമില്ല. അവിടെ മഴയുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഡെസേർട്ടിഫിക്കേഷൻ അങ്ങനെ ആവുന്നത്. ഓക്കെ, ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ഡെസേർട്ടിഫിക്കേഷൻ. പക്ഷെ അത് കൂടും. ഈ പ്രോസസ്സ് സ്പീഡ് കൂടുന്ന എപ്പോഴാണ്? വെൻ ഹ്യൂമൻ ബീയിങ്സ് ഇൻ്റർഫിയർ. നേച്ചറിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, പ്രകൃതിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. മനുഷ്യർ എന്ന് പറയുന്ന ആൾക്കാരല്ല മനുഷ്യർ ഇടപെടുമ്പോൾ എന്ത് പറ്റും? അത് സ്പീഡപ്പ് ആവും. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, ശരി. അപ്പോൾ എ ശരിയാണ്. റീസൺ എന്താ? ലൈസ് ഇൻ ദ റെയിൻ ഷാഡോ ഓഫ് ആരവല്ലി മൗണ്ടൻ. എന്താ റെയിൻ ഷാഡോ? മഴ പെയ്യുന്നത് ഒരു വശത്ത്, മഴ പെയ്യാത്ത സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെയിൻ ഷാഡോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പഠിപ്പിച്ചു, ഇപ്പോൾ ഇത് ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരാൾ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരവല്ലി നിൽക്കുമല്ലേ, ആരവല്ലി എന്ത്? ഇങ്ങോട്ടുള്ള മഴ, ഈ ഭാഗത്തുള്ള മഴ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ താറിൽ എന്ത് കിട്ടത്തില്ല? അധികം മഴ കിട്ടത്തില്ല. അപ്പോൾ മഴ പെയ്യുന്നത് ഈ വശത്താണെങ്കിൽ ഈ വശം എന്തായിരിക്കും? ഷാഡോ സോൺ ആയിരിക്കും. അത് കാരണം അവിടെ മഴ കുറവാണ്. അപ്പോൾ എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മാച്ച് ക്ലൈമറ്റ് ടൈപ്സ്. ടൈപ്പ് മാച്ച് ചെയ്യാൻ നോക്കിയടാ. ഇതിൽ മാച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാ? ആൾറെഡി മാച്ച് ചെയ്താൽ തന്നിരിക്കുന്നത്. എ എന്ന് പറയുമ്പോൾ എന്താ? ട്രോപ്പിക്കലാ. എം എന്ന് പറയുമ്പോൾ എന്താ? മൺസൂൺ, എപ്പോഴും മഴ പെയ്യും എന്നാണ്, ഫുൾ ടൈം മഴയെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ എം ഡബ്ല്യു എന്താ? ശരിയാണ്. എ ഡബ്ല്യു, എ എന്താ? ട്രോപ്പിക്കൽ, ഡബ്ല്യു എന്താ? 7, അതായത് വിന്റർ ഡ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ബി എസ് എച്ച് എന്ന് പറയുമ്പോൾ, ബി എന്ന് പറയുമ്പോൾ എന്താ? ആരിഡ് ആണ്, അപ്പോൾ സെമി ആരിഡ്. സി ഡബ്ല്യു എ എന്താ? സി എന്ന് പറയുന്നത് എന്താ? ടെമ്പറേറ്റ് ആണ്, പക്ഷേ ഡബ്ല്യു എയും കൂടെ ചേരുമ്പോൾ ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കലാണ്. ഇറ്റ്സ് ആക്ച്വലി മാച്ച്ഡ് കറക്റ്റ്ലി. പരീക്ഷ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കത്തില്ല, നമ്മുടെ സദൺ ഭാഗത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കത്തുള്ളൂ. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ശരി. നമ്മൾ ചെയ്താ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്. ഓക്കെ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൈക്ക ഇൻ ഇന്ത്യ ആരാ? ഐ ബിലീവ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് 1 മണിക്കൂർ ആവാറായി. ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തുമ്പം സമയം തീരും നമ്മൾ. എൻ്റെ ആൻസർ ജാർഖണ്ഡ്. നമ്മൾ ചെയ്ത ടൈപ്പാണ്. തീർന്നു. സോ എനിക്ക് പറയാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം. അടിപൊളി. എനിക്ക് പറയാനുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Tier 1 ഫേസിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് CGL CHSLൻ്റെ കാര്യമാണ് പറയുന്നത്. Tier 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി Tier 2 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ Tier 2 പ്രിപ്പയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും, എസ്പെഷ്യലി ചെയ്യുന്നവർക്ക്, ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നറിയാം, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടില്ലോ എന്ന്, ബട്ട് സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണെന്ന് വിചാരിക്കുക. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. എടാ, നിങ്ങൾ ഒരിക്കലും Tier 1 അല്ല പഠിക്കേണ്ടത്, Tier 2 തന്നെയാണ് പഠിക്കേണ്ടത്. കാരണം എന്താ? എക്സാം ക്ലിയർ ചെയ്യുക എന്നതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, ആണല്ലോ.
അപ്പോൾ ടിയർ 2-ൽ വരുന്ന രീതി എങ്ങനെയാണ്? 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ 1, 2 and 3. സെക്ഷൻ 1-ൽ മാത്സ് റീസണിങ് 1 മണിക്കൂർ കിട്ടും. സെക്ഷൻ 2-ൽ ഇംഗ്ലീഷും GK. ഇംഗ്ലീഷാണ് അവിടെ വെയിറ്റേജ് കൂടുതൽ. ലാസ്റ്റ് വൺ, മൂന്നാമത്തെ ആൾ കമ്പ്യൂട്ടർ അവയർനെസ്. മൂന്നാമതൊരാളുണ്ട് കമ്പ്യൂട്ടർ അവയർനെസ്. ഇവൻ്റെ പ്രത്യേകത, ഇവൻ ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ സെക്ഷൻ 1-ൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചു, 180-ന് 150 വാങ്ങിച്ചു, 180-ന് 150 വാങ്ങിച്ചു. സെക്കൻഡ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? ഇപ്പോൾ മൊത്തം 390 മാർക്കിനാണ്ട. ഓക്കെ, തൽക്കാലം മാർക്ക് പറയുന്നില്ല, പിന്നെ പറയാം, അന്ന് പറയാം. 150 വാങ്ങിച്ചു. സെക്കൻഡിൽ നിങ്ങൾ എന്ത് ചെയ്തു? അത്യാവശ്യം എത്ര, ഒരു 150 വാങ്ങിച്ചെന്ന് വിചാരിക്കുക. 150 അല്ല, 160 വിചാരിക്കുക. എത്ര മാർക്കായി ഇപ്പം? ഇപ്പം തന്നെ നിങ്ങൾക്ക് 310 ആണേ. 310 ഇറ്റ്സ് എ ഗുഡ് മാർക്ക് ആക്ച്വലി. 390-ന് 310 ഓക്കെ മാർക്കാണ്. പക്ഷെ മൂന്നാമതാളായ എവനിൽ എത്തുന്ന സമയത്ത് ഇതിൽ നിങ്ങൾ ക്വാളിഫയിങ് ആയിട്ടുള്ള മാർക്ക് വാങ്ങിച്ചില്ല. നിലവിൽ ക്വാളിഫൈ മാർക്ക് 12 എന്നാണ് പറയുന്നത്. അപ്പം 4 ശരിയാക്കിയാൽ മതി നിലവിൽ. ഓക്കെ, നിലവിൽ എന്നും പറഞ്ഞ് 4 മാത്രം കുത്തിട്ട് വരരുത്. നന്നായിട്ട് അറിയാവുന്നത് കുത്തണം. അപ്പോൾ നന്നായിട്ട് അറിയാവുന്നുള്ളത് കുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം അറിയണം ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ്, ദ പോയിന്റ് ഈസ് കമ്മിങ് ടു ദിസ് പോയിന്റ്, ഇത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നിങ്ങൾ ഇത്രയും മാർക്ക് വാങ്ങിച്ചാലും ഇത് നിങ്ങൾ ക്വാളിഫയിങ് നേച്ചറാണ്. ഇത് ക്വാളിഫൈ ചെയ്തില്ല, ഇതിന് ക്വാളിഫൈ നേടാനുള്ള മാർക്ക് വാങ്ങിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്താ, ഇത്രയും നേടിയത് വെറുതെ ആവും. നിങ്ങൾ ക്ലിയർ ആവത്തില്ല ടിയർ 2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് us റിയലൈസ് എപ്പോൾ ടിയർ 1 എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡോണ്ട് വറി, നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, ഒരു ബേസിക് ഐഡിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കമ്പ്യൂട്ടർ അവയർനെസ് തീർക്കാൻ പറ്റും. എന്തൊക്കെയാണ് വരുന്നതെന്ന്, എവിടെ നിന്നൊക്കെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ അവയർനെസ്സിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് എന്ത് ചെയ്യും? നമ്മുടെ വരുന്ന റേസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. എടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ജിയോഗ്രഫി ഫ്രം A to Z വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ അവയർനെസ്സും ഞാനും എന്ത് ചെയ്യും? A to Z എന്ത് ചെയ്യും? എടുക്കുന്നതാണ്. സോ ക്ലാസ്സസിൻ്റെ ഡേറ്റ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും, ഉടനെ തന്നെ പറയും. ഓക്കെ, ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പിള്ളേർ ചോദിച്ചായിരുന്നു കമ്പ്യൂട്ടർ അവയർനെസ്സിന് ക്ലാസ്സിൽ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഇതൊരാരും എടുക്കുന്നില്ല. സോ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ അവയർനെസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം. സോ ഇതായിരുന്നു എനിക്ക് നടത്താനുണ്ടായിരുന്ന അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ, ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുവരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂടാ. കഥം ഇന്ന് എഴുതാൻ വിട്ടുപോയി, അതാ കഥം. ടാറ്റ, ഗുഡ് ബൈ, സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ജിയോഗ്രഫി ഇത്രയേ ഉള്ളൂ. ഇനി ജിയോഗ്രഫി ടോപ്പിക്സ് തീർന്നിട്ടുണ്ട് ഞാൻ, എക്സെപ്റ്റ് സം തിങ്സ് ദാറ്റ് ഐ സെഡ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് നോക്കുവാണെങ്കിൽ ഒരു 80 to 85 അല്ലെങ്കിൽ 90%, 90% ആയിട്ടുണ്ട്. 10% നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനം. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂടാ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാസ്റ്റർ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. പെട്ടെന്ന് തന്നെ മിനിമം ഒരു മാസം, മിനിമം ടൈം കൊണ്ട് മിനിമം ടൈം കൊണ്ട് മാക്സിമം കണ്ടന്റ് എങ്ങനെ കയറ്റാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മാസം കൊണ്ട് തന്നെ മാസ്റ്റർ ക്ലാസ് നമുക്ക് കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂടാ. സോ താങ്ക് യു ആൻഡ് സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്.